ഇതാണ് മക്കളെ സർഫിയല്ലേ പള്ളയിൽ ഇങ്ങനെ കൂടുകൂടുന്ന ഒച്ച കേട്ടാൽ നമ്മൾ നേരെ അങ്ങോട്ട് കയറും. അവിടെ കാണണോട്ടില്ല, അങ്ങനെ എന്ന് നേരെ കയറി നമ്മളെ കഞ്ഞിപ്പുരയൊക്കെ നമ്മളെ സർഫിയലെ കഞ്ഞിപ്പുര കേട്ടോ. അങ്ങനെ ഞാൻ കുറേ പട്ടിഷോക്ക് എല്ലാവരും കാണിച്ചിട്ട് കണ്ടാണ് അങ്ങനെ കാണിച്ചു നോക്കിയത്, എന്തെങ്കിലുമൊക്കെ നടക്കുവാക്കിയിട്ട് ഇവിടെ നടക്കണേ. അങ്ങനെ അങ്ങനെ വരുന്നുണ്ട്, തലയിലെ കയ്യച്ചുണ്ട്, പഠിച്ചോനെ ബില്ല് കുറേ ആവുമെന്ന് തല കറങ്ങണമൊക്കെ ഉണ്ട് കറിച്ചു. ഉണ്ട് കയറി. അങ്ങനെ ഏതായാലും നമ്മളാണ് നേരെ കയറിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ടേമ പോയി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാന്നുള്ള. അങ്ങനെ ഏതായാലും ടേമ പോയിട്ട് ഇരുന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കൈ വെറുതെ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കാറ്റിക്കൊണ്ടിരിക്കണമല്ലോ. അങ്ങനെ ഏതായാലും സാധനം ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല അപ്പോൾ നമ്മളെ കോഴിപ്പാട് എത്തിക്കണേ. പിന്നെ നമ്മൾ നെയ്ച്ചോറ് പറഞ്ഞു കേട്ടോ, നെയ്ച്ചോറ് പപ്പടം പിന്നെ എല്ലാത്തിനും കൂടെ ഒരു ഹൈലൈറ്റ് ആണല്ലോ. അങ്ങനെ നേരെ പപ്പടം വന്നിട്ട് കേട്ടോ. അങ്ങനെ ഏതായാലും സാധനം വരാണ്ട് നമ്മളെ ചിക്കൻ ചില്ലിയും വന്ന് നമ്മളെ കഞ്ഞിയും വന്ന്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. പിന്നെ ഞാൻ കഞ്ഞി കുടിച്ചാത്തതുകൊണ്ട് കഞ്ഞിക്ക് മാത്രമേ കഞ്ഞി കൊടുക്കാറുള്ളൂ. കഞ്ഞി കുടിച്ചാൽ മറ്റ് മഹർത്തന അപ്പുറത്തുണ്ട്. അങ്ങനെ ഏതായാലും ഞാനിതാടോ നല്ല ചിക്കനിൽ നാരങ്ങ പീണ്, നല്ല പീഞ്ഞ് പരിചയമുള്ള ചെക്കനാണ്. കാരണം വെച്ചാൽ അവന് നല്ല പീയാൻ പോലുണ്ട്. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. അങ്ങനെ ഏതായാലും എല്ലാ സാധനത്തും 2-3 ഐറ്റം കൂട്ടാനും ഉണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, സംഭവങ്ങളൊക്കെ എല്ലാ വെറൈറ്റി ഉണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്, എല്ലാ സാധനമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, തൈര് കൂട്ടാനിട്ട് അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നെയ്ച്ചോറ് ഞാൻ എൻ്റെ കട വൽമ്പിക്കുമെന്ന് പറഞ്ഞു ഓനങ്ങോട്ട് ഇട്ട്. അങ്ങനെ നെയ്ച്ചോറിന് അണ്ടിപ്പരിപ്പ് മുന്തിരി കയ്യിൽ ഉണ്ടോ നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇനി ആ പേര് പറഞ്ഞ തല്ലുണ്ടാക്കുമല്ലോ, അത് നമ്മൾ വണ്ടേയുള്ള അവസരമാണല്ലോ. അങ്ങനെ ഏതായാലും ഓടെ കൈയിട്ട് കളുമ്പുണ്ട്, ആ കൈയിട്ട് കളുമ്പ് എനിക്ക് അടുത്ത് തന്ന്. നമുക്ക് പിന്നെ ഏത് കൈയിട്ട് കളുമ്പാലും നമ്മൾ തിന്നാൾ നമ്മൾ ഒടുന്ന് തിന്നുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാറുണ്ട്. അങ്ങനെ ഏതായാലും നമ്മളെ കോഴിപ്പാട്സും പിന്നെ സാലിന മക്കളെ, സാലിനൊക്കെ എന്താ ടേസ്റ്റ് അറിയും. ഓടെ കൊണ്ടുവന്നാലും സാലിന് വലിയ രസം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ കോഴിപ്പാട്സും കൂട്ടി ചോറങ്ങോട്ട് തിന്നപ്പുണ്ടല്ലോ, എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനം പള്ളൻ്റെ ഉള്ളിൽ കൂട്ടാണ്ട് ഇറങ്ങിപ്പോയി. ഇനി കക്കൂസ് പോയാലേ അത് പോവുള്ളൂ. അതാ അമ്മാരി ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ ഞാനിവിടെ നടന്ന് വാരി വലിച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഓരോന്ന് വിളിച്ചു. അടുത്ത മാണേ പറഞ്ഞു ഞാനോട്. ഓൻ പറഞ്ഞു ഓൻ ഇടയ്ക്കിടയ്ക്ക് തല കഴിക്കുന്നുണ്ട്, പഠിച്ചോനെ ബില്ല് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത്. ആ ടെൻഷനാണ് ചെക്കന്. പിന്നെ ബില്ലൊന്നും മിസ്സല്ല, പൈസ നമുക്ക് പവർ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ വാരി വലിച്ച് തിന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നല്ലോണം കടിച്ച് കയറ്റുന്നുണ്ട്. അത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളി ഫുഡ്സൊക്കെ വളരെ കുറവാണ് കിട്ടൽ കേട്ടോ. ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്തുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ 50 റുപ്യ 100 റുപ്യ മുടക്കി ടാക്സിയും വിളിച്ച് പോകണം. അപ്പം നമ്മൾ നാട്ടിലത്തെ ആ പോക്കിന് 1000-1200 റുപ്യ ആവും. ഇവിടെ നമ്മൾ നയിച്ചാൽ വന്നതായതുകൊണ്ട് വല്ല തിന്നാനുള്ള സമയം നമുക്ക് കാണാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് കിട്ടണൊക്കെ വാരി തെളിച്ച് തിന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പത്തിരി പറഞ്ഞു. ഓടെ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. കഞ്ഞിൽ പിന്നെ കഞ്ഞിയെ കുടിച്ചോളൂ. അങ്ങനെ ഏതായാലും പത്തിരി പറഞ്ഞപ്പോൾ പത്തിരി കണ്ടെത്തിയും പത്തിരിയും കോഴിപ്പാട്സും ആദ്യം തിന്ന സംഭവം കേട്ടോ. പിന്നെ അയക്കുള്ള സാലിൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത മുതൽ. അങ്ങനെ ഇവൻ കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. കഞ്ഞി നമ്മളെ നാട്ടിൽ പോയ കഞ്ഞിൻ്റെ ഏലത്ത് പോകാത്ത പനി കുടിച്ചാൽ പോലും കഞ്ഞി കുടിച്ചാത്ത ഞാനൊക്കെ ഇവിടുന്ന് കഞ്ഞി കുടിച്ചോ ഇല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചോക്കണം. എന്താ സംഭവം വെറൈറ്റി കേട്ടോ. പിന്നെ ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞാൽ 30 റിയാലാണ് നമുക്കിപ്പോൾ ടോട്ടൽ ബില്ലായത് കേട്ടോ. ചിലപ്പോൾ 40, 50 ആവും, 60 ഒക്കെ ആവും. അങ്ങനെ പൈസ ചിലവ് നല്ലോണം ഉണ്ട്, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് കണ്ടൻറ്റിൻ്റെ കാലാവധി കുറച്ച് വരുന്നത് കേട്ടോ. ഇത് ഞാൻ വലിയ വീഡിയോ എടുത്തിട്ടാണ്. പക്ഷേ പത്തിരി നാട്ടിലത്തെ നൈസ് പത്തിരിയാണ്, നല്ല ടേസ്റ്റ്. നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അത്ര ഒന്നും ഇല്ലെങ്കിലും എന്നാലും ആ ഒരു ടേസ്റ്റ് നമ്മൾ നാട്ടിൽ തന്നെ ഫീൽ കിട്ടുമല്ലോ. ഇത് പിന്നെ കമ്പനി നടത്തുന്ന സംഭവമായതുകൊണ്ട് കമ്പനി പത്തിരിയാണ്, അതൊന്നും നോക്കില്ല. പക്ഷേ ഇത് കോഴിക്കറിയാണ് കൂട്ടിയപ്പോൾ